മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കനത്ത തിരിച്ചടി. SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണയുടെ കമ്പനിയായ എക്സാലോജിക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. CMRL എക്സാലോജിക് ഇടപാടുകളിൽ SFIO അന്വേഷണം തുടരാമെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ച് ഹർജി തള്ളിയത്. SFIO അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. തിങ്കളാഴ്ച ഇരുഭാഗത്തിന്റെയും വിശദമായ വാദം കേട്ട ശേഷമാണ് SFIO അന്വേഷണത്തിന് സ്റ്റേ ഇല്ലെന്നും അന്വേഷണം തുടരാമെന്നും കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഹർജി തള്ളുന്നുവെന്ന ഒറ്റവരി ഉത്തരവാണ് ജസ്റ്റിസ് നാഗപ്രസന്ന പുറപ്പെടുവിച്ചത്. വിശദമായ വിധിന്യായം നാളെ രാവിലെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അന്വേഷണവുമായി സഹകരിക്കണമെന്നും ആവശ്യപ്പെടുന്ന രേഖകൾ അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ചിരുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം തുടരുമ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നിലനിൽക്കില്ലെന്നാണ് എക്സലോജിക് കോടതിയിൽ വാദിച്ചത്. ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോഴുള്ള മറ്റൊരു അന്വേഷണം സമാന്തര അന്വേഷണമാണെന്നും നിയമാനുസൃതമാകില്ലെന്നുമാണ് എക്സലോജിക്കും വീണ വിജയനും ചൂണ്ടിക്കാട്ടിയത്. കമ്പനി നിയമത്തിൽ ചട്ടം 210 പ്രകാരമാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം, 212 പ്രകാരമാണ് SFIO അന്വേഷണം. SFIO അന്വേഷണം തുടങ്ങിയതോടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം ഇല്ലാതായെന്ന് എക്സലോജിക് കോടതിയെ അറിയിച്ചു. CMRL നിന്ന് എക്സലോജിക് 1,72,00,000 രൂപ കൈപ്പറ്റിയതിന് തെളിവുകളുണ്ട്. CMRL വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കും നേതാക്കൾക്കുമായി 135 കോടി രൂപ രേഖകളില്ലാതെ നൽകിയിട്ടുണ്ട്. ആദായ നീതി വകുപ്പ് അന്വേഷണത്തിലായിരുന്നു ഈ കണ്ടെത്തലുകൾ. ഇത് സംബന്ധിച്ചും അന്വേഷണം നടക്കുകയാണ്. ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ CMRLന്റെ ഇടപാടുകളിലൂടെ നടന്നിട്ടുണ്ടെന്നും SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കൂളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കിയിരുന്നു. ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തന്നെ വേണം. SFIOയ്ക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന് കോടതി വ്യക്തമാക്കുമ്പോൾ അത് വീണ വിജയനും എക്സലോജിക്കിനുമുള്ള തിരിച്ചടി മാത്രമല്ല, CMRL നിന്ന് പണം കൈപ്പറ്റിയിട്ടുള്ള എല്ലാ നേതാക്കളും അന്വേഷണ പരിധിയിലെത്തും. മാത്രമല്ല, വീണ വിജയനെ ചോദ്യം ചെയ്യുക, എക്സലോജിക്കിന്റെ രേഖകൾ പരിശോധിക്കുക എന്നതെല്ലാം തന്നെയാണ് തുടർ നടപടികൾ. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.